നമസ്കാരം. ലേറ്റ് എഡിഷൻ തുടങ്ങുന്നു. ഞാൻ പ്രജിൻ സി. കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ നൽകിയെന്ന് PV അൻവർ വ്യക്തമാക്കി. വിജിലൻസ് കേസിന്റെ തുടർച്ചയാണ് ED കേസ്. ടീം പിണറായിസത്തിനെതിരെ ടീം UDF-നൊപ്പം ശക്തമായി ഉണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്ന് മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ED ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി ഫേസ്ബുക്കിൽ PV അൻവർ രംഗത്തെത്തിയത്. അതിൽ പറയുന്നു വിജിലൻസ് കേസിന്റെ തുടർച്ചയാണ് ഈ ED കേസെന്ന്. വിവരങ്ങൾ എന്താണ്? പ്രജിൻസി കണ്ണൻ, PV അൻവർ അല്പം മുൻപാണ് ഫേസ്ബുക്ക് ലൈവിൽ വന്നത്. ഒരു ചാനൽ തന്നെ ED അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. മാത്രവുമല്ല, EDയുടെ മണിക്കൂറുകൾ നീണ്ട രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന്, കേരളത്തിലെ വിജിലൻസ് ഒരു കേസ് എടുത്തു. ആ കേസ് എടുത്തതുകൊണ്ട് അത് കള്ളക്കേസാണെന്നാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ടാണ് EDയുടെ ഈ അന്വേഷണം ഉണ്ടായത്, EDയുടെ കേസ് ഉണ്ടായത്. അതിൽ ചോദ്യം ചെയ്യലിൽ ഞാൻ വിശദാംശങ്ങൾ നൽകി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിണറായിസത്തിനെതിരായ പോരാട്ടം തുടരും, അതിൽ ടീം UDF-നൊപ്പം നിന്നുകൊണ്ടാണ് പോരാട്ടം എന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രതികരണം ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയത്. പക്ഷേ എന്നാൽ ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അൻവർ ഇന്ന് നൽകിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കും. മാത്രവുമല്ല, അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായി എന്നുള്ളതും മണി ലോണ്ടറിംഗിന്റെ പരിധിയിൽ വരാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചു എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ മേൽനോട്ട ചുമതല അവരാണ് നിർവഹിക്കുന്നത്. ഏതായാലും ED ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രജിൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആധാറിന്റെ ഔദ്യോഗിക ലോഗോയായി തന്റെ ഡിസൈൻ തെരഞ്ഞെടുത്തതിൽ 24-മായി സന്തോഷം പ്രകടിപ്പിച്ച് ചാലക്കുടി സ്വദേശി അരുൺ ഗോകുൽ. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തെരഞ്ഞെടുത്തത്. സുഹൃത്ത് പറഞ്ഞത് അറിഞ്ഞ് അവസാന ദിവസമാണ് അരുൺ ഈ ലോഗോ തയ്യാറാക്കി അയച്ചത്. ഫ്രണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചരാ ചെയ്തത്. അതാണ് ഒരു സ്പെസിഫിക്കേഷനിലാക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് അവന്റെ ഡിസൈൻ ഞാൻ കൊടുത്തു. അതിന്റെ കൂടെയാണ് ഞാൻ എന്റെ പെട്ടെന്ന് ഡിസൈൻ ഇട്ടിട്ട് ആ ലിങ്കിൽ കയറി വേറെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടാണ് ആ സഡൻ മൊമെന്റിൽ ഞാൻ ചെയ്തത്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഒരാൾ കൈവീശി ചിരിച്ചിങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കരുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് പ്രൈസ് കിട്ടുന്ന അതിനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, അരുൺ ഗോകുലാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ ലോഗോ തയ്യാറാക്കിയത് മലയാളിയായ അരുണാണ്, തൃശ്ശൂരുകാരനാണ്. ആ വലിയ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു 24-മായി അരുണും ഒപ്പം കുടുംബവും. ഏത് രീതിയിലാണ് ഈ മത്സരത്തെ കുറിച്ച് അരുൺ പറഞ്ഞത്? പ്രജിൻ, എന്തായാലും ചാലക്കുടിക്കാരനായിട്ടുള്ള അരുൺ ഗോകുലിന്റെ ഡിസൈനാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ സന്തോഷമാണ് കുടുംബം പങ്കുവച്ചത്. അപ്രതീക്ഷിതമായാണ് ഈ ലോഗോ അയക്കുന്നത്. അവസാന നിമിഷമാണ് അരുൺ ഈ ലോഗോ അയക്കുന്നത്. ഈ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് അരുണിന് ആ സുഹൃത്ത് ചെയ്ത ഒരു ലോഗോയുടെ ഡിസൈൻ റീസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നു. അങ്ങനെ റീസൈസ് ചെയ്യുന്ന സമയത്താണ് എന്താണ് ഈ ലോഗോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴാണ് ഈ ആധാർ സംബന്ധിക്കുന്ന ഒരു ലോഗോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് സുഹൃത്ത് അറിയിക്കുന്നു. അരുണിനോടും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുന്ന സുഹൃത്താണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവസാന നിമിഷം ഒരു ലോഗോ തയ്യാറാക്കുന്നു. ആ ലോഗോ അവസാനമായി കാണിക്കുന്നു അമ്മയാണ്. അയക്കുന്നതിന് തൊട്ടു മുമ്പ് അമ്മയെ കാണിക്കുന്ന സമയത്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, എന്തായാലും വിജയിക്കും എന്ന് പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് അമ്മ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ അരുൺ ഇത്തരത്തിൽ ഈ ലോഗോ മത്സരത്തിന് വേണ്ടി അയക്കുന്നത്. 800 പേരിലധികം അയച്ച ലോഗോയിൽ നിന്നാണ് ഇപ്പോൾ എന്തായാലും അരുണിന്റെ ലോഗോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലുള്ള സന്തോഷം കുടുംബം 24-നോട് പങ്കുവെക്കുകയും ചെയ്തു. പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. തന്നെ കുടുക്കാൻ മനഃപൂർവ്വം ശ്രമം നടന്നുവെന്ന് ഡി മണി 24-നോട് പറഞ്ഞു.
മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്തു. കേസിൽ A. പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നെന്ന് ജാമ്യാപേക്ഷ തള്ളി കോടതി വിലയിരുത്തി. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ചെന്നൈയിലും ദിണ്ടിഗലിലും വരെ പരിശോധന നീണ്ടു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് പങ്കില്ലെന്നാണ് SIT വിലയിരുത്തൽ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. പ്രവാസി വ്യവസായിയുമായുള്ള ബന്ധം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഡി മണി തലസ്ഥാനത്ത് വന്നതിൽ ദുരൂഹതയില്ല. തിരുവനന്തപുരത്ത് വ്യക്തിപരമായ കാര്യത്തിനാണ് വന്നതെന്നും SIT കണ്ടെത്തി. മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമമെന്ന് ഡി മണി 24-നോട്. அதாவது எதுவும் இல்லை, அவர் மாற்றி பண்ணிட்டாங்க. அது வந்து அவங்களும் எதுவும் என்னை டீச் பண்ணல. நல்லா ரொம்ப மரியாதையா ரொம்ப நீட்டா டீச் பண்ணாங்க. இது ஏதோ தப்பு நடந்துச்சு அவ்வளவுதான். ஆனா எனக்கும் இதுக்கு எந்த சம்பந்தமே இல்லை. அது மட்டும் போட்டுருக்கும். ஒரு விவசாயி தான் உங்களோட பேரை சொல்லிடுச்சு. அந்த விவசாயியாயிட்டு உங்களுக்கு ஏதாச்சும் கனெக்ஷன் இருக்கா? உங்களுக்கு ஏதாவது செக் பண்ணுங்க. அதாவது இருக்கான்னு செக் பண்ணுங்க. இப்ப நான் வந்து என்னோட தம்பி, என்னோட பிரதர், நீங்க உங்களை தப்பு சொன்னா நான் உங்களை தப்புன்னு சொல்ல முடியுமா? അത് ചുമ്മാ சொல்லிட்டு പോയിരலாம். നേരത്തെ പറഞ്ഞതിൽ വിദേശ വ്യവസായി ഉറച്ചു നിൽക്കുന്നെന്നും ശബരിമലയിലെ സ്വർണം എവിടെയെന്ന് SIT മറുപടി പറയണമെന്നും രമേശ് ചെന്നിത്തല. ഈ സ്വർണം എവിടെ, തൊണ്ടി മുതൽ എവിടെ, അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധന്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? കോടതി നിർദ്ദേശപ്രകാരം ഹാജരായ കേസിലെ പ്രതി തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. അതിനിടെ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഗുരുതര പരാമർശങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതി നടത്തിയത്. A. പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടെന്നും ഉത്തരവിലുണ്ട്. വേലി തന്നെ വിളവ് തിന്നെന്നും കോടതി നിരീക്ഷിച്ചു. A. പത്മകുമാറിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതിനിടെ A. പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, B. മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ചാണ് ഉത്തരവ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിയടക്കം ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകുക. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതിക്കെതിരെയുള്ള വിമർശനം തുടരുകയാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷാപാതത്തോടെ കോടതി തള്ളി. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ അപ്പീലിനൊരുങ്ങുന്നത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകളുണ്ടെന്നും മേൽക്കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. വിധിയിലെ സാങ്കേതികത്വവും നിയമപരമായ പിഴവുകളും അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. അപ്പീൽ അടുത്തയാഴ്ച സമർപ്പിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സംസ്ഥാനതല ആരോഗ്യ വിദഗ്ധരുടെ സംഘം നാളെ വയനാട്ടിലെത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ചികിത്സാ പിഴവിന് ഇരയായ യുവതിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തുന്നത്. യുവതിയുടെ ആരോഗ്യസ്ഥിതിയുടെ പരിശോധനയും നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടക്കും. വെനസ്വേലയ്ക്കെതിരെ കൂടുതൽ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തടയാൻ അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ. വോട്ടെടുപ്പിലൂടെ യുദ്ധാധികാരം തടയുന്ന നിയമം പാസാക്കാനാണ് നീക്കം. വെനസ്വേലൻ പ്രസിഡന്റിനെതിരായ നടപടിയെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ന്യായീകരിച്ചു. റിപ്പോർട്ട് കാണാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് നിയമം നടപ്പാക്കുകയാണ് ചെയ്തതെന്നാണ് JD വാൻസിന്റെ വിശദീകരണം. മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ കേസുകൾ ചുമത്തിയാണ് അമേരിക്കൻ സൈന്യം മഡുറോയെയും ഭാര്യ സിലിയ ഫോറസ്റ്റിനെയും അറസ്റ്റ് ചെയ്തതെന്നും വാൻസ്. Law enforcement action. We had a legitimate indictment for Maduro for narco-terrorism, for weapons smuggling and weapons trafficking, and we went in with the best military in the world. We got our guy. He's going to stand trial. By the way, he's given the full due process rights that are entitled to anybody who's in the United States. I think he's going to go away. He's going to be found guilty. That's not a kidnapping. That's a law enforcement operation. അതേസമയം വെനസ്വേലയ്ക്കെതിരെ കൂടുതൽ സൈനിക നടപടികൾ
സ്വീകരിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ തടയുന്നതിനുള്ള പ്രമേയം US സെനറ്റ് ഇന്ന് പരിഗണിക്കും. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം തേടാതെയുള്ള സൈനിക നടപടിയിൽ റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ ചിലർക്കും എതിർപ്പുണ്ട്. എന്നാൽ സെനറ്റ് പാസാക്കിയാലും പ്രമേയം നിയമമാകണമെങ്കിൽ ജനപ്രതിനിധി സഭയിൽ പാസ്സാകുന്നതുൾപ്പെടെ കടമ്പകളേറെയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിന് സമീപത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. പോലീസിന് നേരെ കല്ലെറിഞ്ഞ 30 പേരെ തിരിച്ചറിഞ്ഞു. പോലീസ് സുരക്ഷയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു പോലീസിന് നേരെ കല്ലേറുണ്ടായത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച പോലീസ് ഇതുവരെ 11 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് പിന്നിലെ 30 പേരെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞു. ഇവരെ പിടികൂടാനായി വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടി MP മുഹിബുള്ള നദ്വിക്ക് ഡൽഹി പോലീസ് സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ്. സംഘർഷമുണ്ടാകുമ്പോൾ MP നദ്വി സ്ഥലത്തുണ്ടായിരുന്നെന്നും അവിടെ നിന്ന് പിന്മാറാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും അനുസരിച്ചില്ലെന്നും ഡൽഹി പോലീസ് ആരോപിച്ചു. നിലവിൽ ഈ മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. പൊളിക്കൽ നടപടികൾക്കെതിരെ സെയ്ദ് ഫൈസ് ഇലാഹി മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പൊളിക്കൽ നടപടികളെന്നാണ് മസ്ജിദ് കമ്മിറ്റി ആരോപിക്കുന്നത്. 24 ഡൽഹി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന് വിട. പുനെയിലെ നബിപേട്ടിലുള്ള ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങ് നടന്നു. പുനെയിലെ പ്രയാഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. പരിസ്ഥിതിക്ക് വേണ്ടി ജീവിച്ച് നിലപാടെടുത്ത് കലഹിച്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ മാധവ് ഗാഡ്ഗിൽ യാത്രയായി. പ്രായാധിക്യം മൂലമുള്ള അവശതകൾ കാരണം കഴിഞ്ഞ 8 ദിവസമായി ചികിത്സയിലായിരുന്നു. മക്കളായ സിദ്ധാർത്ഥും ഗൗരിയും അവസാന നിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു. പൂനെയിലെ പഞ്ചവതിയിലെ വീട്ടിലും നവിപേട്ടിലെ ശ്മശാനത്തിലും അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സമൂഹവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എത്തി. പലരും ഓർമ്മകളിൽ വിതുമ്പി. പശ്ചിമഘട്ടത്തിൽ പതിയിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ച ഗാഡ്ഗിലിനെ അന്ന് എതിർത്തവർ പോലും സസൂക്ഷ്മം ശ്രവിക്കുന്ന കാലത്താണ് വിയോഗം. രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് പൂനെയിലെ ഈ വസതിയിലെത്തി മാധവ് ഗാഡ്ഗിലിനെ ഏറ്റവും ഒടുവിൽ കാണുന്നത്. അന്നും അദ്ദേഹം അതീവ രോഷത്തോടെയാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി നാശത്തെക്കുറിച്ച് സംസാരിച്ചത്. ഗാഡ്ഗിൽ യാത്രയായെങ്കിലും അദ്ദേഹം പങ്കുവച്ച ആശങ്കകളും മുന്നോട്ട് വെച്ച പോംവഴികളും നമുക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. പൂനെയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ജലാശയങ്ങളിലെ കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ജെയിൻ സർവകലാശാലയുടെ രാജ്യാന്തര സമ്മേളനം ആരംഭിച്ചു. ഫ്യൂച്ചർ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സമ്മേളനമായ ഹയാക്കോൺ 1.0 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുളവാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കുളവാഴ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഹൈബി ഈഡൻ MP, ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ പ്രൊഫസർ വേണു രാജാമണി, ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്, പ്രോ വൈസ് ചാൻസലർ ജെ ലത എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചി ജെയിൻ സർവകലാശാലയും സിഫ്റ്റും തമ്മിലുള്ള അക്കാഡമിക് ധാരണാപത്രം കൈമാറി. കൊച്ചി ക്യാമ്പസിൽ 3 ദിവസമാണ് സമ്മേളനം. The issue has to be addressed properly. This water hyacinth menace is one of the major issues facing not only by the agriculturists, the general public also. So this is high time for us to ponder over this issue and take necessary steps to help the farmers, help the fishermen, help the common man to face these challenges. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബെസ്റ്റ് ട്രേഡർ അവാർഡിന് വിൻസ്മിറ ജുവൽസ് മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കമ്പ്രത്ത് അർഹനായി. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം വിതരണം ചെയ്തു. സ്വർണ്ണ വ്യാപാര രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് ദിനേശ് കമ്പ്രത്തിനെ അവാർഡിന് തിരഞ്ഞെടുത്തത്. കേരളത്തിലുള്ള വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ അടുത്ത മാസവും തിരുവനന്തപുരത്തും
ഞങ്ങൾ ഈ വർഷം തന്നെ ഞങ്ങൾ ഷോറൂം തുറക്കുകയാണ്. ഇതിനൊക്കെ ശക്തിയൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള അവാർഡുകളും അപ്രീസിയേഷൻസും ഞങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെയാണ്. ഇതിനെല്ലാത്തിനും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ലേറ്റ് എഡിഷനിലേക്ക് വീണ്ടും. ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ CPIM-ൽ ഭിന്നത. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബാലനെ തള്ളിപ്പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും അതോടെ പല മാറാടുകൾ ആവർത്തിക്കുമെന്ന AK ബാലന്റെ പരാമർശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. എന്നാൽ പരാമർശം തള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വിവാദ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും 5-ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. എന്നാൽ AK ബാലൻ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകുകയായിരുന്നുവെന്നും അതിനെ പാർട്ടി തള്ളിക്കളയുന്നുവെന്നും MV ഗോവിന്ദൻ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ഇതോടെയാണ് വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലായത്. എന്നാൽ CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് AK ബാലന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ജമാഅത്ത് ഇസ്ലാമി വർഗീയ കക്ഷിയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം SDPI വർഗീയ കക്ഷിയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കൃത്യം ഞങ്ങളുടെ വ്യക്തമാണെന്ന് ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. SDPIയും അതുപോലെ വർഗീയ സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികൾ ആരായാലും ആ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളോടൊപ്പം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി മോശം, അവർ വേറെ നിലപാട് വല്ല സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ, അത് ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ E ചന്ദ്രശേഖരൻ മത്സരിക്കില്ല. മണ്ഡലത്തിൽ പുതിയ ആളുകളെ പരിഗണിക്കാനാണ് നീക്കം. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി ആരെന്നത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CP ബാബു 24 പറഞ്ഞു. ചന്ദ്രശേഖരൻ MLA 3 ടേം പൂർത്തീകരിച്ചു. പിന്നീട് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത കുറവാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ ഘടകങ്ങൾ തീരുമാനിച്ച് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത്. നമ്മൾ നിർദ്ദേശിക്കും, അവർ തീരുമാനിക്കും. ഇവിടുന്ന് നിർദ്ദേശം പോവും, അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.